അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്ത് നബഅ 38-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യഖൂമു റൂഹു വൽ മലായികതു സഫ്ഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സ്വവാബ. ജിബ്രീൽ അലൈഹിസ്സലാമും മലക്കുകളും അണിയണിയായി നിൽക്കുന്ന ദിവസം. പരമകാരുണികൻ അനുവദിച്ചവരും ശരി പറഞ്ഞവരുമല്ലാതെ അന്ന് മറ്റാരും സംസാരിക്കുകയില്ല. യൗമ ദിവസം യഖൂമു നിൽക്കുന്ന അർ-റൂഹു ജിബ്രീൽ അലൈഹിസ്സലാമും വൽ മലായികത്തു മലക്കുകളും സഫൻ അണിയായി ലാ യതകല്ലമൂന അവർ സംസാരിക്കുകയില്ല ഇല്ലാ മൻ അദിന ലഹു ആർക്കാണോ അനുമതി കൊടുത്തത് അവരൊഴികെ റഹ്മാൻ പരമകാരുണികൻ വഖാല പറയുകയും ചെയ്തവർ സ്വവാബ ശരി. അന്ത്യനാളിനെ കുറിച്ചാണ് ഈ സൂക്തം വിവരിക്കുന്നത്. അന്ന് മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാമും മറ്റെല്ലാ മലക്കുകളും അണിയായി നാഥൻ്റെ മുന്നിൽ നിൽക്കും. ആരും സംസാരിക്കുകയില്ല. മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു, അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മാലാഖമാർ, മലക്കുകൾ, അവർ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവോട് സംസാരിക്കും. എന്നാൽ അത്തരം വിശ്വാസങ്ങളെയും വിചാരങ്ങളെയും എല്ലാം അള്ളാഹു നിരാകരിക്കുകയാണ് ഇവിടെ. അന്ന് മലക്കുകളെല്ലാം യജമാനൻ്റെ മുന്നിൽ വിനീത വിധേയരായി നിൽക്കുന്ന സേവകരെ പോലെ അണിയണിയായി അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കും. സാക്ഷാൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം പോലും ഖുർആൻ 3 തവണ പേര് പറഞ്ഞ സൂറത്തുൽ ബഖറയിൽ 2 തവണ, സൂറത്തു തഹ്രീമിൽ 1 തവണ, മലക്കുകളിലെ അതിപ്രധാനിയായ പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുത്തിരുന്ന ഖുർആൻ വിവിധ വിശേഷണങ്ങളിലൂടെ പരിചയപ്പെടുത്തിയ അമ്മജുസിൽ തന്നെ അത് വരുന്നുണ്ട്. അത്രയും ശ്രേഷ്ഠനായ മലക്ക് പോലും, മറ്റുള്ള മലക്കുകളുടെ നേതാവായ ഈ മലക്ക് പോലും അള്ളാഹുവോട് ശുപാർശ നടത്തുകയോ സംസാരിക്കുകയോ ഇല്ല. സൃഷ്ടികളിലെ ഏറ്റവും ഉയർന്ന പദവിയും ശക്തിയുമുള്ള മലക്കുകൾ പോലും, അവരിലെ അതിപ്രധാനിയായ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഉൾപ്പെടെ ആരും അള്ളാഹുവോടുള്ള ഭയത്താൽ വിനയത്താൽ സംസാരിക്കാൻ ധൈര്യപ്പെടില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അള്ളാഹു അവിടെ സംസാരിക്കാൻ അനുമതി കൊടുത്തവർക്ക് മാത്രം സംസാരിക്കാം. പക്ഷെ സത്യമേ പറയാൻ കഴിയൂ. ഇല്ലാമൻ അദിന ലഹു റഹ്മാൻ അള്ളാഹുവിൻ്റെ അനുമതി കിട്ടണം. വഖാല സ്വവാബ സത്യം പറയണം, സത്യം പറയുന്നവരാകണം. അവിടെ പൊളിവചനമോ നുണയോ വ്യാജമോ ഒന്നും പറയാൻ കഴിയില്ല. അള്ളാഹു അനുവദിച്ച പ്രത്യേകം ആളുകൾക്ക് സംസാരിക്കാം. അത് അള്ളാഹുവിൻ്റെ അനുമതിയോടെ മാത്രം. ഒരു തരം വ്യാജവും അവരിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ആയത്തുൽ കുർസിയിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ നടത്തുക, ഇല്ലാ ബിഇദ്നി അവൻ്റെ അനുമതിയോട് കൂടിയല്ലാതെ. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി വേണം, സത്യം പറയുന്നവരാകണം. അവർക്ക് മാത്രമായിരിക്കും പടച്ചവൻ്റെ മുന്നിൽ സംസാരിക്കാൻ അനുവാദം കിട്ടുക. തങ്ങൾ ദേവന്മാരായി കരുതുന്ന മലക്കുകൾ യഥേഷ്ടം അള്ളാഹുവോട് സംസാരിക്കുമെന്നും തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ അംഗീകരിച്ച് ലഭിക്കുമെന്നും അതിനുള്ള സ്വാധീനം മലക്കുകൾക്ക് ഉണ്ട് എന്നുമൊക്കെയുള്ള മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തെയും അതുപോലെ വിശ്വസിക്കുന്ന ആരെല്ലാം ഏതെല്ലാം കാലഘട്ടത്തിലുണ്ടോ അവരുടെ എല്ലാം വിശ്വാസങ്ങളെയും വളരെ കൃത്യമായും ശക്തമായും നിരാകരിക്കുകയാണ് അള്ളാഹു ഇവിടെ. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 4 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക. ഹ ഹ ذال ذال صاد صاد قاف قاف. മലായികത്ത് ഒറ്റ വാക്കിൽ നീട്ടാനുള്ള അലിഫും മദ്ദിൻ്റെ അലിഫും അതേ വാക്കിൽ ഹംസും വന്നിരിക്കുന്നു. നിർബന്ധമായും 4 അനക്കം നീട്ടുക. മദ് വാജിബ് മുത്തസിൽ. സഫല്ല ഫായിന് തൻവീൻ വന്നു ശേഷം ലാമ് വന്നു. സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ലാമ് വന്നാൽ കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതണം. ഇദ്ഗാം ബില ഗുന്ന. മൻ അദിന സുക്കൂനുള്ള നൂന് ശേഷം ഹംസ് വന്നിരിക്കുന്നു. ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതണം. ഇൽഹാർ. يوم يقوم الروح والملائكة صفا لا يتكلمون. يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. لا يتكلمون إلا من أذن له الرحمن وقال صوابا. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുകയും പരലോകത്ത് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ
നമ്മെല്ലാം ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ.